സിനിമാ പ്രേമികളുടെ ക്യാപ്റ്റനായിരുന്നു നടൻ അന്തരിച്ച വിജയകാന്ത്. തിരുവനന്തപുരവുമായുള്ള താരത്തിന്റെ ആത്മബന്ധമാണ് അദ്ദേഹത്തിന്റെ വിടവാങ്ങലിൽ ചർച്ചയാകുന്നത്. മലയാള സിനിമയിൽ മുഖം കാണിക്കാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു വിജയകാന്ത്. തിരുവനന്തപുരം ചാലയിൽ വിജയകാന്തിന്റെ ബാല്യകാല സുഹൃത്തായ സുന്ദരരാജന്റെ സഹോദരിയുടെ ഭർത്താവ് കണ്ണൻ ജ്യോതി ജ്വല്ലറി മാർട്ട് എന്ന ഒരു സ്ഥാപനം നടത്തിയിരുന്നു. ഇവിടുത്തെ സ്ഥിരം സന്ദർശകനായിരുന്നു വിജയകാന്ത്. ഇവിടെ നിന്നുമാണ് സുഹൃത്തുക്കൾക്കൊപ്പം വിജയകാന്ത് സിനിമ കാണുന്നതിനും നഗരം ചുറ്റിക്കറങ്ങുന്നതിനും പോകുന്നത്. നഗര സന്ദർശനത്തിന് ശേഷം നഗരത്തിലെ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം, മ്യൂസിയം, മൃഗശാല, കോവളം തുടങ്ങിയ സ്ഥലങ്ങളിലെ പതിവ് സന്ദർശകനായി. പുത്തരിക്കണ്ടം മൈതാനത്ത് സർക്കസ് ഉണ്ടെങ്കിൽ അതും കണ്ടായിരിക്കും മടക്കം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ദർശനവും മുടക്കിയിരുന്നില്ല. ഓണക്കാലത്തും സ്ഥിരമായി തിരുവനന്തപുരത്ത് വന്നിരുന്നു. സിനിമ കാണലായിരുന്നു പ്രധാന വിനോദം. ശ്രീകുമാർ തിയേറ്റർ ആയിരുന്നു ഇഷ്ടകേന്ദ്രം. നടൻ സത്യനെയായിരുന്നു വിജയകാന്തിന് കൂടുതൽ ഇഷ്ടം. സിനിമാ മോഹം മനസ്സിൽ മൊട്ടിട്ടപ്പോൾ നടനാകണമെന്ന മോഹവുമായി വിജയകാന്ത് തലസ്ഥാന നഗരത്തിലെ പ്രമുഖ സിനിമാക്കാരെ തേടിയിറങ്ങി. മലയാള സിനിമയിൽ മുഖം കാണിക്കാൻ ആഗ്രഹിച്ചെങ്കിലും ആരും അവസരം നൽകിയില്ല. ചാലയിലെ വീട്ടിൽ നിന്നും സിനിമാ മേഖലയിലെ ആളുകളെ കാണാൻ പോയി നിരാശനായി മടങ്ങി ജ്വല്ലറിയിലെത്തും. ഏറെ നാൾ ശ്രമിച്ചെങ്കിലും മലയാള സിനിമയിൽ അവസരം ലഭിച്ചില്ല. പിതാവിന് മധുരയിൽ അരിമില്ലുണ്ടായിരുന്നു. സുന്ദരരാജന്റെ സഹോദരി ഭർത്താവിന്റെ മരണത്തിന് ശേഷം ജ്വല്ലറി നടത്തിപ്പ് പ്രതിസന്ധിയിലായതോടെ അവരെ സഹായിക്കാനായി കട വിജയകാന്ത് വാങ്ങി. കട നഷ്ടത്തിലായതോടെ വിൽക്കേണ്ടി വന്നു. വിജയകാന്തിന്റെ പിതാവ് അരിമിൽ വ്യവസായം നടത്താൻ നിർദ്ദേശിച്ചു. പിന്നീട് സിനിമകളിൽ ചെറിയ വേഷങ്ങളിലൂടെ അദ്ദേഹം വലിയ താരമായി ഉയർന്നു. സൂപ്പർ താരമായ ശേഷവും മധുരയിൽ അരിമിൽ നടത്തിയിരുന്നു. എന്നാൽ ചാലയിലെ വീടും നഗരത്തിലെ ജ്വല്ലറിയും ഇന്നില്ല. 1952 ഓഗസ്റ്റ് 25 മധുരയിലാണ് വിജയകാന്തിന്റെ ജനനം. ഔദ്യോഗിക പേര് വിജയരാജ് അളഗർ സ്വാമി എന്നാണ്. KN അളഗർ സ്വാമിയും ആണ്ടാൾ അളഗർ സ്വാമിയുമാണ് മാതാപിതാക്കൾ. 1979 ഇനിക്കും ഇലൈമൈ എന്ന ചിത്രത്തിൽ വില്ലനായാണ് വിജയകാന്തിന്റെ തുടക്കം. 1981 പുറത്തിറങ്ങിയ സട്ടം ഒരു ഇരുട്ടറൈ നായകൻ എന്ന നിലയിൽ വലിയ ബ്രേക്ക് നൽകി. സിവപ്പ് മല്ലി, ജാതിക്കൊരു നീതി തുടങ്ങിയ ചിത്രങ്ങൾ സമ്മാനിച്ചത് ക്ഷോഭിക്കുന്ന യുവാവ് എന്ന ഇമേജാണ്. നല്ലവനായ ചെറുപ്പക്കാരൻ കഥാപാത്രങ്ങളിലൂടെ പുഴച്ചി കലൈഞ്ചർ എന്നും ആരാധകർ വിളിച്ചു. 100ാമത് നാൾ, വൈദേഹി, കാത്തിരുന്ന നാൾ തുടങ്ങിയ സൂപ്പർ ഹിറ്റുകളടക്കം 1984 അദ്ദേഹത്തിന്റെ 18 സിനിമകളാണ് പുറത്തിറങ്ങിയത്. ഊമൈ വിഴികർ, കൂലിക്കാരൻ, നിനൈവേ ഒരു സംഗീതം, പൂന്തോട്ട കാവൽക്കാരൻ, സിന്ദൂരപ്പൂവേ, പുലൻ വിചാരണൈ, സത്രിയൻ, ക്യാപ്റ്റൻ പ്രഭാകർ, ചിന്ന ഗൗണ്ടർ, സേതുപതി IPS, വാനത്തെ പോലെ, രമണ തുടങ്ങിയവയാണ് വിജയകാന്തിന്റെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ.